ആഗമങ്ങളെക്കുറിച്ച് പറയുന്നത് പ്രമാണിച്ച് പരമാവധി ചോദ്യങ്ങൾ ആ വഴിയിലായിരുന്നാൽ നല്ലതാണ്. കാരണം സ്വച്ഛന്തമായ ഒഴുക്ക്. മറിച്ച് മറ്റു വിഷയങ്ങൾ ചോദിച്ച് സമയം കളയാതിരുന്നാൽ മറ്റുള്ളതിന് നിങ്ങൾക്ക് അറിയാവുന്നവ തന്നെയായിരിക്കും മിക്ക ആളുകളും ഇത്തരം സന്ദർഭങ്ങളിൽ ചോദിക്കുന്നത്. പിന്നെ അതൊരു രസത്തിന് ചോദിക്കുകയായിരിക്കും. അങ്ങനെ സമയം കളയാതിരുന്നാൽ നല്ലതാണ് എന്നൊരഭിപ്രായം എനിക്കുണ്ട്. ആലോചിച്ച് ചെയ്താൽ നല്ലതാണ്. അല്ല, മറ്റുള്ളതാണ് നിങ്ങൾക്ക് താല്പര്യം കൂടുതലെങ്കിൽ പ്രോത്സാഹിപ്പിക്കുന്നതിന് എനിക്ക് വിഷമമില്ല. കാരണം കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ ചോദ്യമെല്ലാം കഴിഞ്ഞ് 1-2 പേർ എന്നോട് പറയുകയുണ്ടായി, പകലുള്ള ക്ലാസ്സിൻ്റെ സീരിയസ്നെസ് ചോദ്യോത്തര വേള കളഞ്ഞു. നിങ്ങൾ തന്നെ അത് പറയരുത്. അതുകൊണ്ടുള്ളൊരു നിർദ്ദേശം മാത്രമാണ്. അർത്ഥം മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. വൈകുന്നേരം ക്ലാസ്സിലുള്ള കുറേ ആളുകൾ പോവുകയും, കാരണം അകലെ ആയതുകൊണ്ട്, നാട്ടുകാരായതുകൊണ്ട്, വളരെ ദൂരെ നിന്ന് വന്ന നിങ്ങൾ ഇരുന്ന് ശ്രദ്ധിക്കുകയും ചെയ്യുമ്പോൾ പരമാവധി ഈ സമയം പ്രയോജനപ്പെടുത്തിയില്ലെങ്കിൽ നിശബ്ദരായിരുന്ന് കുറേ കഴിഞ്ഞ് ദുഃഖിതരാകുന്നവർ നാളെ പറയൂ 3/4 മണിക്കൂറുണ്ടായിരുന്നു, വെറുതെ ആയി. മാത്രമല്ല പകലുള്ള ക്ലാസ്സിൻ്റെ സീരിയസ്നെസ്സും കളഞ്ഞു എന്ന് പറയിപ്പിക്കരുതേ എന്നുള്ളത് കൊണ്ട് സൂചിപ്പിച്ചതാണ്. മറ്റതെനിക്ക് വിരോധമുള്ളതുകൊണ്ടല്ല. എനിക്കൊരു മാനസിക ഉല്ലാസം കിട്ടുന്നത് വളിപ്പം പറഞ്ഞിരിക്കുന്നതാണ്. ഉപാസനാ കാണ്ഡത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിച്ച ഭാഗം നോട്ടുണ്ടെങ്കിൽ ബേസിക്കായിട്ട് അത് വെച്ചുകൊണ്ട് തന്നെ അങ്ങ് പറയാം. അതായിരിക്കും നല്ലത്. എന്നാൽ പിന്നെ എനിക്ക് ആ ക്ലാസ് എടുക്കണ്ടല്ലോ. പകലാ ഭാഗം ഒഴിവാക്കുകയും ചെയ്യാം. ഞാൻ ആ ഭാഗം ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഗ്രന്ഥത്തെ ഉദ്ദേശിച്ചാണോ? ഏതെങ്കിലും ഗ്രന്ഥത്തെ മനസ്സിൽ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് വിചാരിക്കാം. തന്ത്ര സാധനയിൽ വളരെയധികം സാങ്കേതിക ശബ്ദങ്ങൾ, ആ സാങ്കേതിക ശബ്ദങ്ങൾ നിങ്ങൾ അടുക്കോടെ പഠിക്കേണ്ടതാണ്. ഉദാഹരണത്തിന് അവ്യക്തത, ആവൃത്തി, ആവീര, ആവരണദേവത, ഇങ്ങനെയൊക്കെ ഒട്ടേറെ സാങ്കേതിക ശബ്ദങ്ങളുണ്ട്. പ്രകൃതി, മായ എന്നൊക്കെ പറയുന്നതിനാണ് അവ്യക്തം എന്ന് പറയുന്നത്. ആവരണത്തിനാണ് ആവൃത്തി എന്ന് പറയുന്നത്. താന്ത്രിക സാധനയിലെ പ്രവേശാർത്ഥിയുടെ പരിശീലനാവസ്ഥയ്ക്കാണ് ആവീരാവസ്ഥ എന്ന് പറയുന്നത്. അതുതന്നെ ആരംഭ, താരുണ, യൗവന, പ്രൗഢാവസ്ഥകളാണ്. ഇതൊക്കെ കൽപ്പസൂത്രങ്ങളിൽ പറഞ്ഞു വരുന്നതാണ്. അതുപോലെ തന്നെ മോഹത്തിന് അവിദ്യ എന്നും പറയും. അതിൽ ആവരണ ദേവത, പിന്നെ യോഗിനി എന്നും പറയും. ആ ആവരണ ദേവതയോട് ബന്ധപ്പെട്ടാണ് ശ്രീചക്രം. അത് ഐത്യ ഷോഡശികാർണവം സേതുബന്ധ ഭാഷ്യത്തിലാണ് നന്നായി വർണ്ണിച്ചത്. നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിക്കാവുന്നത് ഇതിനെക്കുറിച്ച് ശ്രീശങ്കരൻ്റെ ആനന്ദലഹരിയിലാണ്. അതുകൊണ്ട് നമുക്ക് കൂടുതൽ ആനന്ദലഹരിയെ അവലംബിക്കാൻ പറ്റും.
കയ്യിലുണ്ടോ അല്ലെങ്കിൽ ഈ പുസ്തകം നോക്കിയുണ്ടാവും, ശ്ലോകമൊക്കെ നോക്കിയുണ്ടാവും. ആ സൗന്ദര്യ ലഹരി അത് തന്നെ ആനന്ദലഹരി. കയ്യിൽ വെച്ചാൽ മതി, നോക്കിയുണ്ടാവും. നിങ്ങൾ റെഫറൻസിന് ഉപയോഗിച്ചാൽ മതി. ഞാൻ പറയുന്ന ശ്ലോകമൊക്കെ അതിലുണ്ടാവുമോ എന്ന് നോക്കിയാൽ. അതായത് യോഗിനിയെക്കുറിച്ച് 9 ചക്രങ്ങളിൽ അധ്യക്ഷയായ ദേവത, 5 ശക്തിചക്രങ്ങളും 4 ശിവചക്രങ്ങളും, അതിൽ ആദ്യത്തേവ ഊർധ്വമുഖങ്ങളും രണ്ടാമത്തത് അധോമുഖങ്ങളുമായ ഇതിനെയാണ് ശിവശക്തി സംയോഗം എന്ന് പറയുന്നത്. അത് ഐത്യ ഷോഡശി കാർണവത്തില് സേതുബന്ധ ഭാഷ്യമാണ് ഏറ്റവും ഭംഗിയായി പറഞ്ഞത്. അതിനെ നല്ല ഭാഷയിലാണ് ലക്ഷ്മീധരൻ ആനന്ദലഹരിക്ക് വ്യാഖ്യാനം എഴുതിക്കൊണ്ട് പറയുന്നു. മഹിം മൂലാധാരേ കമപി മണിപൂരേ ഹുതവഹം സ്ഥിതം സ്വാധിഷ്ഠാനേ ഹൃദി മരുതമാകാശമുപരി. ഓരോ സ്ഥാനവും കൃത്യമായി പറഞ്ഞു. മനോഭിഭ്രൂമധ്യേ സകലമഭിഭിത്വാ കുലപഥം സഹസ്രാരേ പത്മേ സഹരഹസി പത്യാ വിഹരസേ. പതിയോടുകൂടി ലാസ്യതാണ്ഡവങ്ങളോടുകൂടി മഹാഭൈരവനും ഭൈരവിയും ക്രീഡിക്കുന്നതാണ് വർണ്ണിച്ചിട്ടുള്ളത്. അല്ലയോ ദേവി, അവിടുന്ന് മൂലാധാരത്തിൽ പൃഥ്വി തത്വത്തെയും മണിപൂരത്തിൽ ജലീയ തത്വത്തെയും സ്വാധിഷ്ഠാനത്തിൽ അഗ്നി തത്വത്തെയും അനാഹതത്തിൽ വായു തത്വത്തെയും അതിൻ്റെ മുകളിൽ വിശുദ്ധിയിൽ ആകാശ തത്വത്തെയും ഭ്രൂമധ്യത്തിലിരിക്കുന്ന ആജ്ഞാചക്രത്തിൽ മനസ്തത്വത്തെയും ഇപ്രകാരം സമസ്ത സുഷുപ്നാമാർഗവും ഭേദിച്ച് 6 ചക്രങ്ങളും ഭേദിച്ച് സഹസ്രാര പത്മത്തിൽ വിജനത്തിൽ പതിയായ ശിവനോടുകൂടി ക്രീഡിക്കുന്നു. ഈ സങ്കല്പത്തെയാണ് ചക്രഭേദം എന്ന് പറയുന്നത്. സുഷുപ്നാമാർഗത്തിൽ നമ്മൾ നേരത്തെ ഇത് പറഞ്ഞിട്ടുണ്ട്. ബ്രഹ്മനാഡി നേരത്തെ എടുത്ത ക്ലാസ്സിൽ അതിനെ ഏറ്റവും പ്രധാനമായി പറയും. അവിടെ വിജനമായ ആ സ്ഥലത്ത് മഹാഭൈരവൻ ഭൈരവിയോടുകൂടി ക്രീഡിക്കുന്നു എന്ന സങ്കല്പം. ഇതിനെ ആസ്പദമാക്കി വന്നിട്ടുള്ള ദീക്ഷാ സമ്പ്രദായമാണ് വളരെ വിപുലമായി അറിയപ്പെടുന്നത്. അതുകൊണ്ട് ചക്രഭേദത്തെ നന്നായി അറിഞ്ഞാലാണ് മന്ത്രമഹത്വം അറിയാൻ പറ്റുക. അതുകൊണ്ടാണ് ചക്രത്തെക്കുറിച്ചുകൂടെ പറഞ്ഞത്. ഇത് തന്നെ 2 തരത്തിലുള്ള ആലേഖന സമ്പ്രദായവും ഉണ്ട്. ആരോഹണ ക്രമത്തിലും അവരോഹണ ക്രമത്തിലും. അത് നമുക്ക് ഇപ്പൊ പഠിക്കണ്ട, പിന്നീട് സമയമുണ്ടെങ്കിൽ നോക്കാം. 2 ദിവസമേ ഉള്ളൂ എന്ന് തോന്നുന്നു, വൈകുന്നേരം അല്ലേ? ഈ ചോദ്യത്തിന് നമ്മളുടെ മുഴുവൻ സമയവും എടുത്താൽ കുഴപ്പമില്ലെങ്കിൽ തുടരാം. എല്ലാവർക്കും സമ്മതമാണെങ്കിൽ. ഒരാൾക്കെങ്കിലും ഒബ്ജക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക്
മാറ്റുന്നില്ല. ഇത് പഠിക്കുന്നത് ഉചിതമാണ് എന്ന് മുഴുവൻ പേർക്കും താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഈ ചോദ്യത്തിലൂടെ പോകാം. ഇല്ലെങ്കിൽ മന്ത്ര ഭാവം മാത്രം പറഞ്ഞ് ചോദ്യം വിടാം. എങ്ങനെ വേണ്ടേ? സീരിയസ് ആയിട്ട് തന്നെ ഈ ക്ലാസ്സിൽ പോവാം. സീരിയസ് ആയിട്ട് പോവാം. സർവാധാരാ മഹീയസ്മൻ മൂലാധാരതയാ സ്ഥിത തദഭാവേതു ദേഹസ്യ പാദസ്യാദുദ്ഗമോ വിവാ. മൂലാധാരത്തിൽ എല്ലാത്തിനും ആധാരഭൂതയായ ഭൂമി സ്ഥിതി ചെയ്യുന്നു. അതിന്റെ അഭാവമുണ്ടായാൽ ഈ ദേഹം പതിക്കുകയോ ഉയർന്നു പോവുകയോ ചെയ്യുന്നു. ഈ രീതിയിലാണ് കാണുന്നത്. ആ കുണ്ടലിനി ശക്തിരൂപിണിയായ ദേവി താൻ തന്നെ അവസ്ഥാനം ചെയ്യുന്നത്, സ്വയം അവസ്ഥാനം ചെയ്യുന്നത്, സ്വസ്ഥാനേ സ്ഥിതം, സ്വയം അധിഷ്ഠാനം ചെയ്യുന്നത് കൊണ്ട് സ്വ അധിഷ്ഠാനം. അവിടെ ഭഗവതി ഗ്രന്ഥിരൂപേണ അഗ്നിസ്ഥിതയായി സ്ഥിതി ചെയ്യുന്നു. അവിടെ രുദ്രഗ്രന്ഥിരയം ശക്തേ സ്വാധിഷ്ഠാനഗ്രസീമനി, സ്വാധിഷ്ഠാന ചക്രത്തിന്റെ അഗ്രഭാഗത്തിങ്കൽ കുണ്ടലിനി ശക്തിയുടെ രുദ്രഗ്രന്ഥി ഭവിക്കുന്നു. അതുകൊണ്ട് രുദ്രഗ്രന്ഥി ഭവിക്കുന്ന സ്വാധിഷ്ഠാനവും മണിപൂരത്തിൽ മണികളെ കൊണ്ട് നിറയ്ക്കുന്നു ദേവി. സമയാചാര തൽപരന്മാർക്ക് ഏറ്റവും ഹൃദ്യമായ രഹസ്യമുള്ള സ്ഥാനമാണ് മണിപൂരം. അതുകൊണ്ട് അവിടെ മണികളെ കൊണ്ട് നിറയ്ക്കുന്നു എന്ന് പറയുമ്പോൾ അതിന് വലിയ പ്രാധാന്യവുമുണ്ട്. ഭൂമധ്യാന്തർഗതമായ ശ്രീചക്രത്തിൽ ഉൾപ്പെട്ട ശിവചക്ര ചതുഷ്ടയത്തെയും നല്ല പോലെ സ്മരിച്ച് സ്വാധിഷ്ഠാനത്തിന്റെ ഉപരിഭാഗത്ത് അഗ്നിമണ്ഡലത്തെയും ചിന്തിച്ച് അനാഹതോപരി സൂര്യമണ്ഡലത്തെയും ആജ്ഞാചക്രോപരി ചന്ദ്രമണ്ഡലത്തെയും, ത്രികൂടങ്ങൾ അഗ്നി, സൂര്യൻ, ചന്ദ്രൻ, ഇതിനെ മൂന്നിനെയും ചിന്തിച്ചാണ് ഈ ചക്രഭേദത്തിലേക്ക് കടക്കുന്നത്. ഇങ്ങനെ അഗ്നിസൂര്യചന്ദ്രന്മാരുടെ 360 മയൂഖങ്ങൾ, 360 രശ്മികൾ സഞ്ചരിക്കുന്നതായിട്ടാണ് പറയുന്നത്. അതാണ് ഒരു ജീവവർഷം. 360 എന്നുള്ളത് ഏകദേശ കണക്കാണ് ഒരു വൃത്തത്തിന്റെ. 5 വരുന്നത് വർഷാന്തരത്തിൽ കണക്ക് കൂട്ടുകയും ചെയ്യും. അതുകൊണ്ട് ചന്ദ്രന്റെ കണക്കനുസരിച്ച് ഇതിനെ കണക്കാക്കുന്നത്, ഈ രാശിയെ കണക്കാക്കുന്നത് ഗോളാകൃതിയിലാണ്, ദീർഘവൃത്താകൃതിയിലല്ല. അപ്പോൾ ശ്രീചക്രാത്മകമായ സഹസ്രദളവർത്തിയായ ചന്ദ്രൻ ആജ്ഞാചക്രസ്ഥിത ചന്ദ്രനിൽ നിന്നും വ്യത്യസ്തനാണ്. ആജ്ഞാചക്രത്തിലെ ചന്ദ്രനും അതുപോലെ തന്നെ സഹസ്രദളവർത്തിയായ ശ്രീചക്രാത്മക ചന്ദ്രനും രണ്ടാണ്. ആജ്ഞാചക്രത്തിലുള്ള ആത്മതത്വത്തിൽ നിന്ന്
ആകാശതത്വം ഉൽപ്പന്നമായി ആത്മശബ്ദത്തിനിവിടെ മനസ്സ് എന്നാണ് പറയുന്നത്. ചന്ദ്രനും അതുകൊണ്ട് മനസ്സ് എന്ന് പറയും. അതുകൊണ്ട് മനസ്സിന് എന്തു വിഭ്രമം ഉണ്ടാകുമ്പോഴും താന്ത്രിക സങ്കല്പത്തിൽ ചന്ദ്രനിലാണ് അതിൻ്റെ കാരണം. ആ ചക്രത്തിലെ ചന്ദ്രനിലാണ് അതിൻ്റെ കാരണം കണ്ടെത്തുന്നത്. അതിൻ്റെ പരിഹാരം കൊണ്ടത് പരിഹരിക്കപ്പെടുകയും ചെയ്യും. അനാഹത ചക്രം സംവിത് കമലമാണ്. സമയാചാരത്തിൽ അതുകൊണ്ട് ഉപാസകൻ പരമഹംസ മിഥുനത്തെ ഉപാസിക്കും. സമയാചാരത്തിന്റെ ഉപാസനയാണ് ശ്രീചക്ര ഉപാസനയിൽ ശ്രേഷ്ഠം. ശ്രീവിദ്യയെയും ആ രീതിയിൽ കാണുന്നതാണ് ഉചിതം. ശ്രീവിദ്യയെക്കുറിച്ചാണ് ചോദ്യം. സമയാചാരം കൗളാചാരമെന്ന് ആചാരം 2. സമയാചാരത്തിന് പൂജാ സാമഗ്രികളും മറ്റൊന്നും വേണ്ട, എല്ലാം മാനസികം. കൗളാചാരത്തിന് പൂജിക്കുന്നവൻ, പൂജാ സാമഗ്രികൾ, പൂജയ്ക്കിരിക്കാനുള്ള സ്ഥലം എല്ലാം വേണം. എളുപ്പം കൗളാചാരം. മറ്റത് ഉത്തമന്മാർക്കുള്ളത്. മനസ്സ് ആ നിലയിൽ വന്നവർക്ക് മാത്രമുള്ളത് എന്ന് പറഞ്ഞാൽ ശുഭാഗമ പഞ്ചകപ്രകാരമുള്ളത്. ശുകൻ, വസിഷ്ഠൻ, സനകൻ, സനൽകുമാരൻ, സനന്ദൻ തുടങ്ങിയവരുടെ വഴിയിലുള്ളത്. അത് ശുഭാഗമ പഞ്ചകം. വർണ്ണാശ്രമധർമ്മപ്രകാരം എല്ലാവർക്കും സമയാചാരം പറഞ്ഞിട്ടുണ്ടെങ്കിലും ബ്രാഹ്മണ്യത്തിന് കൗളാചാരം പറഞ്ഞിട്ടില്ല. കാരണം അത് ശുഭാഗമ പഞ്ചകത്തിൽ പെടുന്നില്ല. ഉത്തമമായത് സമയാചാരം തന്നെയാണ്. ഉത്തമന്മാർ പിന്തുടരേണ്ടതും അതാണ്. ഉത്തമന്മാരിൽ നിന്ന് മാത്രമേ അതിനുള്ള ഉപദേശവും ലഭിക്കും. ഇത്രയുള്ളതിൻ്റെ വ്യതിയാനം. ബാക്കി പിന്നെ യഥേഷ്ടം. അങ്ങനെ പറയില്ലേ എൻ്റെ മര്യാദ. സമയാചാരത്തിൽ അതുകൊണ്ട് ഉപാസകൻ പരമഹംസ മിഥുനത്തെയാണ് ഉപാസിക്കുക. എന്നാൽ അഗ്നിജ്വാലാരൂപനായ പരമശിവൻ അഗ്നിരൂപിണിയായ തൻ്റെ ശക്തി കൊണ്ട് സംവലിതനായി അനാഹതത്തിൽ ദീപാങ്കുരം പോലെ പ്രതിഭാസിക്കുന്നുണ്ട്. ഇത് ശങ്കരൻ പറയുന്നുണ്ട് തൻ്റെ പരമാചാര്യന്റെ പുസ്തകമായ സുഭഗോദയത്തിന്റെ ഭാഷ്യം. ശിഖിജ്വാലാരൂപസമയ ഇഹ സൈവാത്ര സമയ തയോ സംഭേദോ മേ ദിശതു ഹൃദയാബ്ദൈക നിലയ. ഹൃദയകമലത്തിൽ അഗ്നിരൂപനായ പരമശിവൻ, അപ്രകാരം തന്നെ സമയാരൂപയായ പരമേശ്വരി രണ്ടും സ്ഥിതി ചെയ്യുന്നു. ഹൃദയകമലമാകുന്ന മുഖ്യാധിഷ്ഠാനത്തോടുകൂടി അവർ രണ്ടുപേരുടെയും സാമരസ്യ അനുഭവം എനിക്ക് തരേണമേ എന്ന് ശങ്കരനോട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ സ്വാധിഷ്ഠാനത്തിൽ നമ്മൾ കണ്ട അഗ്നി സംവർത്തകാഗ്നി എന്ന് ആരോപിക്കുന്നു. അത് ജ്വലിച്ചിട്ട്, ആ അഗ്നി ജ്വലിച്ചിട്ട് ശക്തി അതിൽ അവസ്ഥിതമാകുന്നതായി സങ്കല്പിക്കുന്നു. തുടർന്ന് ആ അഗ്നിയുടെയും അതുപോലെ തന്നെ ആ അഗ്നിയുടെ വീക്ഷണത്തിന്റെയും ശക്തി കൊണ്ട് ലോകങ്ങളില്ലാതാകും.
ലോകങ്ങൾ ഇല്ലാതാകുന്നത് കൊണ്ടാണ് അതിനെ സംവർത്തകാഗ്നി എന്ന് പറയുന്നത്. സാധകൻ തൻ്റെ ഉള്ളിലുണ്ടാകുന്ന ജ്ഞാനമാകുന്ന അഗ്നി കൊണ്ട് ലോകങ്ങളെ ദഹിപ്പിക്കുന്നതായി സങ്കല്പിച്ച് ദഹിപ്പിക്കുന്നു. ആ ദഹിക്കുന്ന ലോകങ്ങളെ വീണ്ടും ദേവി പ്രസന്നയായി മണിപൂരത്തിൽ ഉത്ഭവിച്ച കൃപാകടാക്ഷം കൊണ്ട് ഉജ്ജീവിപ്പിക്കുന്നു. ആഗമങ്ങൾ ഇതിന് പറയും, മണിപൂരൈക വസതി പ്രാവൃഷേണ്യ സദാശിവ അമ്പുതാത്മതയാ ഭാതി സ്ഥിര സൗദാമിനി ശിവ. മണിപൂര ചക്രത്തിൽ സ്ഥിരവാസിയായ സദാശിവൻ വർഷകാല സംബന്ധിയായ മേഘത്തിന്റെ ഭാവത്തോടും സദാ ശിവപത്നിയായ ദേവി സ്ഥിരസൗദാമിനിയായും ശോഭിക്കുന്നു. അവിടെ സൂര്യന്റെ രശ്മി സമൂഹങ്ങൾ അഗ്നിയിൽ നിന്ന് വേറിട്ടവയായി ജലരൂപേണ മേഘത്വം പ്രാപിക്കുന്നതിനാൽ അഗ്നിയിൽ നിന്ന് ജലമുണ്ടാകുന്നു എന്ന സങ്കല്പം. അഗ്നേരാപഹ. ഉപനിഷത്തുകൾ അങ്ങനെ ഉദ്ഘോഷിക്കുന്നു. സാഖ്യം മുതലായവയും അങ്ങനെ തന്നെ പറയുന്നു. ആകാശത് വായു, വായോരഗ്നി, അഗ്നേരാപഹ, ആപയോഹോ പൃഥ്വി. ആ അഗ്നിയിൽ നിന്ന് ഭിന്നങ്ങളായ ജലരൂപേണ മേഘത്വം പ്രാപിക്കുന്നതിനാൽ മൂലാധാര സ്വാധിഷ്ഠാന മധ്യത്തിൽ മണിപൂര നിവേശവും ശങ്കരൻ പറഞ്ഞിരിക്കുന്നു. അനോഹത ഉപരിസ്ഥിതമായിരിക്കുന്ന സൂര്യകിരണങ്ങൾ സ്വാധിഷ്ഠാനാഗ്നി കൊണ്ട് സംബലീതങ്ങളായി മണിപൂരത്തിൽ പ്രവേശിച്ച് ജലരൂപം പ്രാപിച്ച് ആ ജലം കൊണ്ട് സ്വാധിഷ്ഠാന അഗ്നിയാൽ ദഹിക്കപ്പെട്ട ലോകത്തെ നനച്ച് പ്ലാവനം ചെയ്ത് കൊണ്ടുവരുന്നു എന്ന് ആഗമത്തിന്റെ രഹസ്യം. ഇതാണ് സമയാചാരത്തിലെ ഏറ്റവും വലിയ രഹസ്യമായി പറയുന്നത്. ഇതിനെ ആസ്പദമാക്കിയാണ് ശ്രീചക്രത്തിനും പഞ്ചദശാക്ഷരി മന്ത്രത്തിനും തമ്മിലുള്ള ഐക്യം അനുസന്ധാനം ചെയ്യാൻ പറയുന്നത്. ഷോഡശാക്ഷരി ശ്രീവിദ്യ അതിലെ 16-ാമത്തെ അക്ഷരം മാറ്റിവെച്ചിട്ടാണ് ഉപദേശങ്ങൾ പോലും കൊടുക്കുന്നത്. 16-ാമത്തത് ഗുരുവുമായി ഐക്യരൂപം പ്രാപിക്കുമ്പോൾ കിട്ടുന്നതാണ്. 15 അക്ഷരങ്ങളുള്ള പഞ്ചദശാക്ഷരി മാത്രമാണ് ഉപദേശത്തിൽ ആദ്യം പെടുന്നത്. ഇതിന് കാരണം മൂലാധാര സ്വാധിഷ്ഠാന ചക്രങ്ങൾ തമിശ്ര ലോകങ്ങളാണ്. അവിടെ ആരാധന കൗളികൾ മാത്രമാണ് ചെയ്യുന്നത്. സമയാചാരത്തിൽ അവിടെ ആരാധനയില്ല. നമ്മൾ പറഞ്ഞു എന്നാണ് എൻ്റെ ഓർമ്മ. രാവണൻ, കുംഭകർണൻ മുതലായവരൊക്കെയാണ് അവിടെ ഉപാസിക്കുന്നത്. കൗളികൾ കെങ്കേമമായ ഉപാസനയെ കാണുന്നുണ്ട്. അതിൽ ആഗമരഹസ്യമറിഞ്ഞവർ ഉപാസിക്കാറില്ല. എന്നാൽ രാവണനെ പോലുള്ളവർ ഉപാസിച്ച് ഒരുപാട് ഫലങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഫലമാണ് രാവണന്റെ ജ്ഞാനമെന്നൊക്കെ വയ്പുണ്ട്. അത് ആലോചനാമസൃണമാണ്. അപ്പോൾ ഈ താതാത്മ്യ ത്രയം വെച്ച് ചക്രങ്ങളുടെ ഐക്യം വരുമ്പോൾ ആഗമ രഹസ്യം അറിയുന്നവർ ശ്രീചക്രത്തിനും പഞ്ചദശാക്ഷരത്തിനും തമ്മിൽ ഐക്യം അനുസന്ധാനം ചെയ്യണം. അതുകൊണ്ട് നാദാതീത തത്വം ത്രിപുരസുന്ദരിയാദി ശബ്ദാധേയങ്ങളായി ദർശ, ദൃഷ്ട, ദർശത
എന്ന് തുടങ്ങിയ അപരപര്യായങ്ങളിൽ ആണ് പറയുക. അങ്ങനെയാണ് ഈ 15 മന്ത്രാക്ഷരങ്ങൾ വരുന്നത്. അത് കാമ ക്ഷിതി എന്ന് തുടങ്ങുന്ന ആ ശ്ലോകത്തിലുണ്ട്. 32ാമത്തെ ശ്ലോകമാണ്. 32ആണോ? ഏ 32ആണ്. അതാണ് പഞ്ചദശാക്ഷരി മന്ത്രവർണ്ണനം വരുന്ന ശ്ലോകം. അതിൽ അക്ഷരങ്ങൾ ക, എ, ഇ, ല, ഹ്രീം, ഹസക, ഹല, ഹ്രീം, സകല, ഹ്രീം, ഇങ്ങനെ 15 മന്ത്രവർണ്ണങ്ങളാണ്. ഇതാണ് പഞ്ചദശാക്ഷരി എന്ന് പറയുന്നത്. 360 എന്ന സംഖ്യ കൊണ്ട് കണക്കാക്കുന്ന മഹാകാലസ്വരൂപങ്ങളായിരിക്കുന്ന 15 കലകൾക്കും അതീതകളാണ് ഇത്. അതിൽ സാദാഖ്യ അതിനെ ശ്രീവിദ്യ എന്ന അപരപര്യായത്തോടു കൂടി പറയും. അതാണ് ഭഗവതി. ഇപ്രകാരമുള്ള ഭഗവതിയുടെ തത്വമാണ് നാദ ബിന്ദു കലാതീതമായിട്ടുള്ളത്. അതാണ് തന്ത്രയോഗികൾ ഉപാസിക്കുന്നത്. അതുകൊണ്ട് ഐക്യാനുസന്ധാനം, ശ്രീചക്രത്തിനും മന്ത്രത്തിനും തമ്മിലുള്ള ഐക്യാനുസന്ധാനം, ആ ഐക്യാനുസന്ധാനം കൊണ്ടാണ് സാധാഖ്യ കലയിൽ, അതായത് ശ്രീവിദ്യയിൽ സാധകൻ ലീനനായി ഭവിക്കുന്നു. അത് മന്ത്രം എന്ന നിലയിൽ ലഭിക്കുന്നതിന് ഗുരു കടാക്ഷവും ഗുരുലാഭവും ഒക്കെ വേണം. അതിന് വളരെ ശ്രദ്ധിച്ചു വേണം നീങ്ങാൻ. ഗുരുവിൻ്റെ മഹിമാവ് കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ട് ഇത് കിട്ടില്ല. തന്ത്രാരാധനയിൽ ഗുരുവെന്ന് പറയുമ്പോൾ വളരെ വിപുലമായ സംജ്ഞയാണത്. ഗുരുവിന് മുകളിൽ മറ്റൊന്നുമില്ല എന്ന് വിശ്വസിക്കാൻ കഴിയും. ഈ കാലഘട്ടത്തിൽ അത് എളുപ്പമായിരിക്കുമോ? എളുപ്പമായിരിക്കുമോ? അങ്ങനെ പറഞ്ഞാൽ അതൊരു കുടുക്ക് പറച്ചില്ല. ജനറലി സുസാധ്യമല്ല. അതാണ് അതിൻ്റെ പ്രശ്നം. കാരണം ഗുരുവിൻ്റെ കടാക്ഷം കൊണ്ട് മഹാവേദ മഹിമാവിലാണ് കുണ്ടലിനി കിളക്കം തട്ടുന്നത്. അതുവരെ അതുണ്ടാവില്ല. അതുകൊണ്ട് മഹാവേദ മഹിമാവ് അത് ഗുരു അനുഗ്രഹം, ഗുരു കടാക്ഷം കൊണ്ട് മാത്രം കിട്ടുന്നതാണ്. അപ്പോഴാണ് ആ കുണ്ടലിനി ശക്തിരൂപിണിയായ ഭഗവതി സ്വാധിഷ്ഠാന മണിപൂരങ്ങളാകുന്ന
തലങ്ങളിൽ മൂലാധാര സ്വാധിഷ്ഠാനങ്ങളെ ഭേദിച്ച് മണിപൂരത്തിൽ പ്രത്യക്ഷയാകും. അപ്പൊ കാണാം ദേവിയെ. കാണാമെന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയാണ് നിങ്ങൾ വിശ്വസിക്കുക? പ്രത്യക്ഷത്തിൽ കാണും. അതിന് ശിഷ്യൻ പൂർണ്ണമായും ഗുരുവേക തന്ത്രനായി, ഗുരുവല്ലാതെ മറ്റൊന്നുമില്ല എന്ന് പൂർണ്ണമായി ഉറച്ച് സമീപിക്കേണ്ടി വരും. അതൊരല്പം പണിയാണ്. കറക്റ്റ്. ഞാൻ വളർത്തുന്നൊന്നുമല്ല, ബാലാജി എന്നെ നോക്കണ്ട. കാരണം എറണാകുളത്ത് നിന്ന് കൂടെ പോകുന്നതല്ല, അങ്ങനൊരു സംശയം അല്ലേ? കൂടെ കൊണ്ടു കിടക്കുന്നതാണോ? സഞ്ചിക്കാത്തന്നല്ല കേട്ടത്. മഹാവേദമനുസരിച്ച് നല്ല ജിജ്ഞാസ വന്നാൽ മാത്രമേ ഇത് പറ്റുള്ളൂ. അഭ്യാസകാലത്ത് ഗുരുവല്ലാതെ വേറൊന്നില്ല, അത്ര ഉറയ്ക്കണം. ഗുരുരേഖ ശരണനായിരിക്കുന്ന ശിഷ്യൻ ഇതിന് കാരണം ഗുരുവിന്റെ അധീനത്തിലാണ് മഹാവിദ്യ ഇരിക്കുന്നത്. മഹാഡ് ഷോഡശാക്ഷരി ഗുരുവിന്റെ സ്വാധീനത്തിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് അത് ലഭിക്കാൻ ശിഷ്യൻ ശുഷ്കജപത്ത് ചെയ്തുകൊണ്ടിരിക്കും. ഋഷി ആനന്ദ ഭൈരവൻ ഛന്ദസമൃത ഗായത്രി മഹാത്രിപുര സുന്ദരി ദേവത മന്ത്രം നേരത്തെ പറഞ്ഞു. വെറുതെ ജനിച്ചു. അങ്ങനെ ദീർഘകാലം ഗുരുരേഖ പരതന്ത്രനായി ശുഷ്കജപം ചെയ്യുമ്പോൾ ദേവി ശിഷ്യനിലും ഗുരുവിലും സംസർഗവിദ്യയ്ക്കുള്ള ഭാവങ്ങളെ ഉണ്ടാക്കുകയും ശിഷ്യൻ മണിപൂരത്തിൽ പ്രത്യക്ഷയായി കണ്ടു എന്ന് ഗുരുവിന് തൻ്റെ അനുഗ്രഹം കൊണ്ട് കണ്ടുവെന്ന് ബോധ്യമാവുകയും ചെയ്യുമ്പോൾ അടുത്ത പടവിലേക്കുള്ള പണിയാണ്. അല്ല, ശുഷ്കജപം എന്ന് പറഞ്ഞാൽ മുമ്പ് പറഞ്ഞ മന്ത്രം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ ഇടയിൽ 15 അക്ഷരങ്ങളോടുകൂടിയ മന്ത്രം ഞാൻ നന്നായി തന്നെ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. ഋഷിയും ഛന്ദസ്സും ദേവതയും പറയുകയുണ്ടായി. ഋഷിയെ ശിരസിലും ഛന്ദസ്സിനെ അധരത്തിലും
ദേവതയെ ഹൃദയത്തിൽ, തുടർന്ന് അംഗന്യാസ കരന്യാസങ്ങളോടുകൂടി ഇങ്ങനെയാണ് ഇതിൻ്റെ വഴി. ഋഷിയും ഛന്ദസ്സും ദേവതയും ചേർത്ത് വേണം സ്വീകരിക്കാൻ. അത് ലളിതാ സഹസ്രനാമത്തിൻ്റെ ദേവത. അത് ശ്രീവിദ്യയുടെ അല്ല. ശ്രീവിദ്യയിൽ ആനന്ദഭൈരവൻ ഋഷി, ഛന്ദസ് അമൃതജായത്രി, ദേവത മഹാത്രിപുരസുന്ദരി. അതിന് ഋഷിയെ ശിരസിലും ഛന്ദസ്സിനെ ചുണ്ടിലും ദേവതയെ ഹൃദയത്തിലും സങ്കൽപ്പിച്ച് അംഗന്യാസ കരന്യാസങ്ങളോടുകൂടി ഓം ഹ്രാം ഹൃദയായ നമ, ഓം ഹ്രീം ശിരസി സ്വഹ തുടങ്ങിയ, ഓം അങ്കുഷ്ടാഭ്യാം നമ, ഓം ഹ്രീം തർജനീഭ്യാം നമ തുടങ്ങിയ കരന്യാസങ്ങളോടുകൂടി ഒക്കെ ഗുരുമുഖത്ത് നിന്ന് ശ്രവണം ചെയ്ത് പഠിക്കണം. പഠിക്കേണ്ട വിധമൊക്കെയാണ് പറഞ്ഞു തന്നത്. അതിന് ഋഷി ഛന്ദോ ദേവതാപൂർവമായി സ്വീകരിക്കാൻ ഏതാണ്ട് കന്നിമാസം, അശ്വായുജമാസം, ശുക്ലപക്ഷം. ഇതേത് മാസമാണ്? അപ്പോൾ ഇതിന് തൊട്ട് മുമ്പുള്ളത് അശ്വായുജം. കന്നിയും തുലാമും വരുമെന്ന് തോന്നുന്നു ഒരൽപ്പം. അതിൽ അശ്വായുജമാസത്തിലെ ശുക്ലപക്ഷത്തിൽ മഹാനവമി തിഥി കൊണ്ട് വരുന്ന കാലത്ത് അഷ്ടമിയിൽ, ദുർഗാഷ്ടമി എന്ന് കേട്ടിട്ടുണ്ടാവും, അഷ്ടമിയിൽ രാത്രിയിൽ ഗുരുവിൻ്റെ സമീപത്തെത്തി പാദോപസംഗ്രഹണം ചെയ്ത് ഗുരുവിനെ പാദങ്ങളിൽ നമസ്കരിച്ച് പാദം തൊട്ട് വന്ദിച്ച് പാദോപസംഗ്രഹണം ചെയ്യുമ്പോൾ തന്നെ അങ്ങയുടെ കാൽനഖേന്ദു മരീചികളെ ഞാൻ പിന്തുടരാൻ പോകുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ്. അതിന് മനസ്സ് പാകമായിട്ട് മാത്രമേ സ്പർശിക്കാൻ, അല്ലാതെ വന്നാൽ അത് പാപവുമാണ്. അങ്ങനെ നിൽക്കുന്ന ശിഷ്യന് പ്രസന്നചിത്തനായിത്തീർന്ന ഗുരു ഹസ്തമസ്തക സംയോഗം കൊണ്ട് തൻ്റെ കൈകൊണ്ട് ആ ശിരസിനെ നല്ലപോലെ സ്പർശിച്ച് അനുഗ്രഹിച്ച് മന്ത്രോപദേശം കൊടുക്കും. ഇതാണ് ഇതിൻ്റെ രീതി. ഇത് അനുഭൂതിയുടെ ഏറ്റവും ഉയർന്ന രീതിയാണ്. താൻ നിലകൊള്ളുന്ന ലോകങ്ങളിലേക്ക് ശിഷ്യനെ പിടിച്ചു കയറ്റുന്ന ഒരു സമ്പ്രദായം, സാമ്പ്രദായികമാണ്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഭാവമുണ്ടാകുന്നു എങ്കിൽ വെറും പറച്ചിലല്ലെങ്കിൽ. എന്തിനാണ് ബാക്കിയുള്ളവരെ അന്വേഷിക്കുന്നത്? നമ്പ്യാർക്ക് കിട്ടിയോ? അതുണ്ടെങ്കിൽ ബാക്കിയുള്ളവരെ നോക്കണം. ബാക്കിയുള്ളവരും അതുകൊണ്ട് വന്നതാണെന്ന് വെച്ചാൽ, ബാക്കിയുള്ളവരും അതുകൊണ്ട് വന്നതാണെന്ന് വെച്ച് ഇതിൽ ബാക്കിയുള്ളവർക്ക് ആർക്കെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കാം. നിങ്ങൾക്ക് അതിൻ്റെ ഭാവതലങ്ങൾ
സംജാതമാകുന്നുണ്ട് എങ്കിൽ ഇതിനുള്ള അർഹത എവിടെയോ ഉണ്ടെന്ന് വിചാരിക്കാം. ഇത് കഴിഞ്ഞ് ഇതിൻ്റെ തുടർച്ചയ്ക്കായി നിങ്ങൾ നിരന്തരമായി ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനു വേണ്ടുന്ന ഉപദേശവും നിങ്ങൾക്ക് ലഭിക്കുമെന്ന് വിചാരിക്കാം. ശങ്ക വേണ്ട. എത്ര തീക്ഷ്ണമായി നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനം അത്രയുമാണ് അതിൻ്റെ വഴി. അങ്ങനെയാണ് ഇതിൻ്റെ ഉപദേശം വരുന്നത്. അത് ഷഡ്ചക്ര പൂജ പ്രകടനോപദേശമാണ്. 6 വിധങ്ങളായ ഐക്യാനുസന്ധാനത്തോടുകൂടി ശിഷ്യന് സാധാഖ്യകല പ്രകാശരൂപമായ ശൈവ മഹാവേദസിദ്ധിയെ ഉണ്ടാക്കുവാൻ ഗുരു ഉപദേശിക്കുന്നു. അതാണ് ഇതിൻ്റെ രഹസ്യം. ഈ മഹാവേദസിദ്ധി ശിഷ്യനുണ്ടായിക്കഴിഞ്ഞാൽ ഗുരുവിനും ശിഷ്യനും അറിയാം ദേവിയെ പ്രത്യക്ഷമായി മണിപൂരത്തിൽ കാണാം. അവിടെയും ഞാൻ വീണ്ടും വീണ്ടും പ്രത്യക്ഷമെന്നാണ്, അപരോക്ഷമോ പരോക്ഷമോ ഒന്നും അറിയില്ല. ഞാനങ്ങനെ തന്നെയാണ് ഉപയോഗിച്ചത്. ഞാൻ ഉപയോഗിച്ചതാണ്. എന്തായിരുന്നു ഞാൻ ഉപയോഗിച്ചതല്ല, ഇനി ബാക്കി നിങ്ങളുടേതാണ്. നിങ്ങൾക്കതിന് ആ വഴിക്ക് സഞ്ചരിക്കുവാൻ പര്യാപ്തങ്ങളായ ഭാവതലങ്ങളുണ്ടെങ്കിൽ ലഭിക്കും. തീർച്ചയായും ഇതിനായിട്ടല്ല. ഈ ആഗ്രഹം കൊണ്ട് ആർക്കും ഒരു ഉപദ്രവവും വരുന്ന ആഗ്രഹം, അവനവന് ഒരു ഉപദ്രവവും വരുന്നതല്ല. ഈ ആഗ്രഹമാണ് സാമ്പ്രദായിക തന്ത്ര വേത്താക്കൾ വച്ചു പുലർത്തിയത്. കാരണം ഏതൊരു മനുഷ്യൻ്റെയും സംശയമാണ് ഒരു ദേവിയുണ്ടോ ഈശ്വരനുണ്ടോ എന്ന്. ഇല്ല എന്നും ഉണ്ട് എന്നും അനുഭവങ്ങളുടെ ലോകത്തിൽ മാറി മാറി പറയുന്നവരാണ് എല്ലാവരും. Am I right? ശരിയാണ്. ഉണ്ടെന്ന് പറഞ്ഞാൽ എന്തേ ഞാൻ കണ്ടില്ല, എന്തേ കാണാൻ പറ്റില്ല എന്നും സംശയമുള്ളവർ. അതിനുള്ള ഉത്തരമാണ് ഇതാ, നിങ്ങൾക്ക് സമയമായിരിക്കുന്നു, നിങ്ങൾക്ക് നേരിട്ട് കാണാം നിങ്ങളുടെ മണിപൂരത്തിൽ എന്ന് തൊട്ട് കാണിച്ചു തരുന്ന ഒരു സമ്പ്രദായമാണ്. 100%. അതിന് പറ്റിയ ഗുരുവിൻ്റെ അടുക്കൽ ചെന്ന് മഹാവേദസിദ്ധിക്കായിക്കൊണ്ട് ശുഷ്കജപത്തിൽ തുടങ്ങി ശിഷ്യൻ ദുർഗാഷ്ടമി നാളിൽ പാദോപസംഗ്രഹം ചെയ്ത്
നിലകൊള്ളുമ്പോൾ ഗുരു തൻ്റെ കൈകൊണ്ട് ശിഷ്യന്റെ ശിരസിൽ അനുഗ്രഹിച്ച് ആറുവിധം ഐക്യാനുസന്ധാനത്തോടുകൂടി ഉപദേശം ചെയ്തിട്ടും ശിഷ്യന് സാദാഖ്യ കലാരൂപമായ ശൈവമഹാസിദ്ധിയെ ഉണ്ടാക്കി കൊടുക്കും. അങ്ങനെ ഉണ്ടാക്കി കൊടുക്കുമ്പോഴാണ് അവിടെ ഗുരുരഹസ്യമാണ്. ഇങ്ങനെ മഹാവേദസിദ്ധി വന്ന ശിഷ്യൻ മണിപൂരത്തിൽ പ്രത്യക്ഷയായി ദേവിയെ കാണും. ആ മണിപൂര ചക്രത്തിൽ അർഘ്യം പാദ്യം തുടങ്ങി ഭൂഷണം വരെയുള്ള അർഘ്യം പാദ്യം ആചമനീയമൊക്കെ തുടങ്ങി ഭൂഷണം വരെയുള്ള അലങ്കാരങ്ങൾ വരെയുള്ള പൂജാകലാപങ്ങളെ ചെയ്തിട്ട് തൻ്റെ ഹൃദയത്തിലേക്ക്, തൻ്റെ ഹൃത്പത്മത്തിലേക്ക്, തൻ്റെ അനാഹത ചക്രത്തിലേക്ക് ഭഗവതിയെ എഴുന്നള്ളിക്കുന്നു. ഇതൊക്കെയാണ് അതിൻ്റെ ചടങ്ങ്. ഇതാണ് ക്ഷേത്രത്തിലുമൊക്കെ ബാഹ്യമായി കാണുന്നത്. ഇങ്ങനെ ചെയ്തിട്ടുള്ള സിദ്ധപുരുഷന്മാരാണ് പണ്ട് അവിടെയും ആ ബാഹ്യമായി ചെയ്തിരുന്നത്. അത് അവരുടെ അനുഷ്ഠാനമാണ്, തൊഴിലല്ല. പറയുന്നത് മനസ്സിലാവുമോ എന്നറിയില്ല. തൻ്റെ മണിപൂരത്തിൽ നിന്ന് ദേവിയെ സർവാലങ്കാരഭൂഷിതയായി തൻ്റെ അനാഹത ചക്രത്തിലേക്ക് എഴുന്നള്ളിച്ചിരുത്തി ധൂപം മുതൽ നൈവേദ്യം വരെ കഴിഞ്ഞ് കൈ കഴുകി ധൂപ ദീപ നൈവേദ്യാദി അതിനെല്ലാം ബീജമന്ത്രങ്ങൾ. ആ പൂജാകർമ്മകലാപങ്ങളെല്ലാം കഴിഞ്ഞ് അനാഹത ചക്രത്തിൽ വെച്ച് സമാപിക്കും. ഉറപ്പായി സമ്പ്രദായത്തിൽ ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ ഉറപ്പായി യുക്തി കൊണ്ടിരിക്കാൻ ഉത്തരം പറയാൻ അറിയില്ല. അവിടെ എനിക്ക് ഒറ്റ ഉത്തരവേ പറയാൻ അറിയും, എനിക്കറിയില്ല. കാരണം ഞാനിതുവരെ അത് ചിന്തിച്ചിട്ടില്ല. ഞാൻ ചിന്തിക്കാത്തൊരു കാര്യമായതുകൊണ്ട് എനിക്ക് ഉത്തരം കിട്ടിയിട്ടില്ല. അല്ല, എനിക്ക് ഉത്തരം കിട്ടാത്ത കാര്യമായതുകൊണ്ടാണ് പറഞ്ഞത്. അങ്ങ് ചോദിച്ചതിൽ തെറ്റുണ്ടെന്ന് എനിക്ക് അഭിപ്രായമില്ല. അങ്ങയുടെ ചോദ്യം തെറ്റാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. കാരണം എൻ്റെ യുക്തി ആ വഴിയിൽ ചിന്തിച്ചിരുന്നില്ല. അതുകൊണ്ട് ആ ചോദ്യം ഞാൻ ഗുരുവിനോട് ചോദിച്ചില്ല. ഇതാണതിൻ്റെ രീതിവിധാനം, ചോദിച്ച വിദ്യ. അത് നിങ്ങൾ സമയാചാര തൽപരന്മാരായ ആളുകൾ മാനസികമായാണ് ചെയ്യുന്നതെന്ന് ഞാൻ ആദ്യം പറഞ്ഞു. മാനസിക പൂജയാണ് ചെയ്യുന്നതല്ല. കൗളാചാരത്തിൽ അതെല്ലാം വ്യക്തമായും ബാക്കി പൂജ, സംശയം. അവിടെ എല്ലാ പൂജയും ബാഹ്യമാണ്, ആന്തരികമല്ല. സമയാചാര തൽപരന്മാരായ ആളുകൾ ആന്തരിക പൂജയാണ് ചെയ്യുന്നത്.
അവർ ആന്തരിക പൂജാരഥന്മാരാണ്. അതുകൊണ്ട് അവർ ചെയ്യുന്നത് ആ പൂജ തന്നെയാണ്. ഒരു ഉപകരണവുമില്ല, വെള്ളിയും വെള്ളവും ഒരു സംശയവും വേണ്ടില്ല. അതുകൊണ്ട് ഒട്ടും സംശയം വരാത്ത രീതിയിലാണ് ഞാൻ ആ പറയുന്നതെന്നാണ് എൻ്റെ ധാരണ. പരമാവധി അത് കഴിഞ്ഞ് വിശുദ്ധി ചക്രത്തിൽ സിംഹാസനത്തിൽ എഴുന്നള്ളി സഖികളോടുകൂടി ശുദ്ധ സ്ഫടിക സദൃശങ്ങളായ മണികളാൽ ഈ ദേവിയെ തന്നെ പൂജിക്കും. ശുദ്ധ സ്ഫടിക സദൃശങ്ങളായ മണികൾ മുത്ത് മുതലായ രത്നങ്ങളല്ല. അവ വിശുദ്ധി ചക്ര ഷോഡശാരങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന 16 ചന്ദ്രക്കലകളാണ്. അവയാണ് ആ മണിയായി വിചാരിക്കുന്നത്. എന്നിട്ടാണ് അതിൻ്റെ പൂജാകലാപം തീരുന്നത്. അതിൽ ശ്രീവിദ്യാ ത്രിപുരസുന്ദരി സ്തോത്ര മഹാമന്ത്രം ആണ് ശ്രീവിദ്യ, ഋഷി, ഛന്ദസ്, അംഗന്യാസം, കരന്യാസം, ധ്യാനം. ധ്യാനം പറഞ്ഞില്ല അല്ലേ? ഓം സിന്ദൂരാരുണ വിഗ്രഹം ത്രിനയനം മാണിക്യ മൗലിസ്ഫുര താരാനായക ശേഖരാം എന്ന് തുടങ്ങുന്ന ശ്ലോകമാണ് ധ്യാന ശ്ലോകം. അതുകൊണ്ട് ഇതാണ് ശ്രീവിദ്യ. തന്ത്രാഗമങ്ങൾ പഠിക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവശ്യം അറിഞ്ഞാൽ മാത്രമേ ഇത് പഠിച്ചു പോകാൻ പറ്റൂ. ആ ശാസ്ത്രത്തിനാണ്. അതുപോലെ തന്നെ അതിനകത്ത് ഒരുപാട് ടെക്നിക്കൽ ടേമുകൾ, ഒരു നിഘണ്ടു തന്നെ, ഒരു ഗ്ലോസറി തന്നെ ഉണ്ടെങ്കിലേ ഇത് പഠിക്കാൻ പറ്റും. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നതല്ല അതിലെ ശബ്ദങ്ങൾ. ആവരണം എന്ന് കേട്ടാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്തോ മൂടിയിരിക്കുന്നതാണ്. 2 മായാശക്തികളാണ്. ഒന്ന് മറയ്ക്കുക, വേറൊന്ന് അതിലുണ്ടാക്കുക. ഇതാണ് ആ ശക്തികളുടെ പ്രത്യേകത. അതുകൊണ്ടാണ് ഈ പ്രപഞ്ചം ഉണ്ടാകുന്നത്. മറയ്ക്കുന്ന ശക്തിക്ക് തമസ്സെന്നും സൃഷ്ടിക്കുന്ന ശക്തിക്ക് രജസ്സെന്നും. മറച്ചാലും സൃഷ്ടിച്ചാലും അതിനെ താതാത്മ്യപ്പെടുത്തിയില്ലെങ്കിൽ മറ വരില്ല. താതാത്മ്യപ്പെടുത്തുന്ന ശക്തിക്ക് സത്വമുണ്ട്. ഈ 3 ചേർന്നാണ് ഈ പ്രപഞ്ചം ഉണ്ടാക്കുന്നത്. പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ആഗമ രഹസ്യമല്ല. ഈ പ്രപഞ്ചം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? തമസ് അതിനെ മറയ്ക്കും. ഉദാഹരണമായി പറഞ്ഞാൽ, കിടക്കുന്ന ഒരു സാധനം, അതേത് സാധനമാണോ കിടക്കുന്നത് അതിനെ ഒന്ന് മറച്ചു. അതിൻ്റെ സാദൃശ്യമുള്ള ഒന്നിനെ രജസ് സൃഷ്ടിച്ചു. തന്നിലെ ക്രിയാശക്തി രജസ്സാണ്. യഥാർത്ഥ വസ്തുവായ ആത്മാവിനെ തമസ്, അജ്ഞാനം വന്ന് മറയ്ക്കുകയും ഇന്ദ്രിയങ്ങൾ, ശരീരം, മനസ്സ് മുതലായതിനെ രജസ് ഉൽപ്പന്നമാക്കുകയും അതിൽ ഞാൻ എന്ന അഭിമാനമുണ്ടാവുകയും ചെയ്യുമ്പോഴാണ് വ്യഷ്ടി സംജാതമായത്.
ആ വ്യഷ്ടിയിൽ പിന്നീട് ശബ്ദസ്പർശ രൂപരസഗന്ധാദികളോട് ഇന്ദ്രിയങ്ങൾ ഗുണത്തിലെന്ന പോലെ ചേരുമ്പോൾ അതിലിരിക്കുന്ന തമസ് ബോധത്തെ മറയ്ക്കുമ്പോഴാണ് ഉൽപ്പന്നമാകുന്ന സമഷ്ടി ജഗത്ത് ഉണ്ടാകുവാൻ കാരണമായ രജസ് ഉണ്ടാക്കുകയും അതിനെ സത്വം സമ്മേളിപ്പിക്കുകയും ചെയ്താണ് ഈ ജഗത് വീക്ഷണം മുഴുവൻ ഉണ്ടാകുന്നത്. ഇതിനെയാണ് ആവരണം എന്ന് പറയുന്നത്. ഇത്രയും പണിക്കാണ് ആവരണം. പണി മനസ്സിലായോ എന്നറിയില്ല. പണി മനസ്സിലായോ എന്നറിയില്ല. ദൃഷ്ടാന്തം കൊണ്ട് പറഞ്ഞാൽ ഒരു കയറ് കിടക്കുന്നു. ഓടി വരുമ്പോൾ അതിൻ്റെ ഷെയ്പ്പ് കണ്ടിട്ട് കയറങ്ങ് മറന്നു. പകരം ഉള്ളിൽ നിന്ന് ഭയമുണ്ടാക്കുന്ന പാമ്പ് സംജാതം. ഉത്തരക്ഷണത്തിൽ ഇത് എന്ത് എന്ന ഉള്ളിലെ ചോദ്യത്തിന് ഇത് എന്നത് സാമാന്യവും കയറെന്നത് വിശേഷവുമായതിലെ വിശേഷമായ കയറിനെ മറയ്ക്കുകയും വിശേഷമായ പാമ്പുണ്ടാവുകയും അത് ഇത് എന്ന ശബ്ദാർത്ഥവുമായി സമ്മേളിപ്പിക്കുമ്പോൾ, സത്വം സമ്മേളിപ്പിക്കുമ്പോൾ ഇത് പാമ്പെന്ന് ഉത്തര ഉള്ളിലുണ്ടാവുകയും ചെയ്യും. ഉത്തരക്ഷണത്തിൽ ചാടും, ഓടും. വെളിച്ചം കൊണ്ടുവന്ന് കഴിയുമ്പോൾ ഞാനിവിടെ കണ്ടതാണ്, ഇതല്ല കണ്ടത്, പാമ്പ് തന്നെയാണ്, ശരിയല്ല എന്നൊക്കെ പറയും. പിന്നെ ഇത് തന്നെയാണോ എന്ന് സംശയിക്കും. ഇത് തന്നെ ആയിരിക്കും, പേടിച്ചതാണ് എന്ന് പിന്നെ ചിലപ്പോൾ സമ്മതിച്ചു കൊടുക്കും. ഇതുപോലെ ആത്മബോധത്തെ മറയ്ക്കുകയും ഇത് എന്ന ഇതം വൃത്തിവിശിഷ്ടമായ ജഗത്ത് ഉണ്ടാക്കുകയും അവസാനം ജ്ഞാനം വരുമ്പോൾ അതിൽ ദഹിച്ച് ഞാൻ ആത്മാവെന്ന് ബോധിക്കുകയും ചെയ്യും. ഇത് ആവരണം വിക്ഷേപമെന്ന രണ്ട് മായകളാണ്. പരിശീലന കാലത്തെ തന്ത്രവിദ്യാർത്ഥിയെയാണ് ആവീര എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞു. അതിന് ആരംഭം, താരുണം, യൗവനം, പ്രൗഢം എന്നൊക്കെ പറയും. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പരശുരാമ കൽപ്പസൂത്രം രാമേശ്വരൻ്റെ ഭാഷ്യത്തിലാണിത് വിസ്തൃതമായി പറയുന്നത്. അവിദ്യയെ മോഹം എന്ന് പറയും. അതിൽ ആവരണ ദേവതകളെ യോഗിനി, 9 ചക്രങ്ങളുടെ, 9 ചക്രം എന്ന് പറയുന്നത് 4 ശൈവചക്രങ്ങളും 5 ശാക്തചക്രങ്ങളും ചേരുന്നതാണ് 9 ചക്രം. മറ്റേ ഷഡ്ചക്രമല്ല. കാമികത്തില് ത്വഗസൃങ് മാംസമേദോസ്തി ധാതവ ശക്തിമൂലകാഹ മജ്ജാശുക്ല പ്രാണജീവ ധാതവ ശിവമൂലകാഹ നവധാതുരയം ദേഹോ നവയോനി സമുദ്ഭവ ദശമീ യോനിരേകൈവ പരാശക്തി സ്തീശ്വരി. ഇതാണ് തന്ത്രാഗമങ്ങളുടെ രീതി. ഏതൊക്കെയാണ്? ത്വക്ക്, രക്തം, മാംസം, മേധസ്, അസ്ഥി, ഇവ 5 ശക്തി രൂപങ്ങളാണ്. ശരീരശാസ്ത്രം ആഗമപ്രകാരം പഠിക്കണമെന്ന് പകലുള്ള ക്ലാസ്സിൽ പറഞ്ഞുവെന്നാണ് എൻ്റെ ഓർമ്മ. ഓർക്കുന്നുണ്ടാവും. അതിൽ ഈ ത്വക്ക്, രക്തം, മാംസം,
മേധസ്, അസ്ഥി എന്ന 5 ശക്തി രൂപകങ്ങളാണ്. മജ്ജ, ശുക്ലം, പ്രാണങ്ങൾ, ജീവൻ എന്നീ ധാതുക്കൾ ശിവമയങ്ങളാണ്. ഈ 9 ധാതുക്കളോട് കൂടിയ ദേഹം. ഇത് കൂടുതൽ നന്നായി പഠിക്കാൻ അരുണോപനിഷത്ത് പഠിക്കുന്നത് നല്ലതാണ്. കേട്ടിട്ടുണ്ടാവും അരുണോപനിഷത്ത്. അത് പഠിച്ചാൽ നല്ലതാണ്. അതിൽ രസകരമായ ഒന്ന്, നിങ്ങൾ അറിയാവുന്ന നല്ലൊരു ഗൈനക്കോളജിസ്റ്റിനെ, നല്ല പരിചയസമ്പന്നനായ ഒരു ഗൈനക്കോളജിസ്റ്റ്, കുട്ടിയുടെ ഗർഭസ്ഥ അവസ്ഥയെ എടുത്തു പഠിച്ചാൽ ഈ ചക്രങ്ങളുടെ നില കൃത്യമായിട്ടാണ്. ഇത് 5, 4, 9 ഉണ്ടായി വരുന്നത്. ഇവ നവമി 9 യോനികളിൽ നിന്നുണ്ടായതാണ്. അതിൽ 10ാമത്തെ യോനി ഈ ശരീരത്തിന് അധീശ്വരിയായ പരാശക്തിയാകും. ആ സ്ഥാനത്തെയാണ് ബൈന്ദവ സ്ഥാനം എന്ന് പറയുന്നത്. ഇത് വെച്ചിട്ടാണ് ആഗമങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ശൈവാഗമങ്ങൾ പഠിക്കുമ്പോൾ നിർഗുണനായ ശിവൻ നിർഗുണനും സഗുണനും എന്ന് 2ആയി ഭവിക്കുകയും, നിർഗുണൻ പ്രകൃതിയോട് ചേരാത്ത കേവലനായും സഗുണൻ പ്രകൃതിയോട് ചേർന്നവനായും തിരിഞ്ഞു. ഇതാണ് ശങ്കരൻ അതിൻ്റെ ആദ്യത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ശിവശക്തിയായുക്തൻ, അതല്ലെങ്കിൽ ശിവനും ഒന്നും ചെയ്യാൻ കഴിയാത്ത, ശക്തിയോട് ചേർന്നവനായാൽ മാത്രമേ പറ്റുമെന്നാണ്. ആ ശിവനിൽ നിന്നും ശക്തി, ശക്തിയിൽ നിന്നും നാദം, നാദത്തിൽ നിന്ന് ബിന്ദു. അതുകൊണ്ട് പരാശക്തി രൂപമായ ശിവൻ ബിന്ദു, പരാശക്തി രൂപമായ ശിവൻ ബിന്ദു, നാദം, ബീജം എന്ന് 3ആയി പിരിയും. ബിന്ദു ശിവരൂപം, ശക്തി ശക്തിരൂപം, നാദം എന്നത് ശിവശക്തികളുടെ സംയോഗം. അതിൽ നിന്ന് ഈ പ്രപഞ്ചം. ഇതാണ് അതിൻ്റെ രീതി. എങ്ങനെയാണിത് വികസിച്ചു വന്നത്? ശിവശക്തികളുടെ സമവായമാണ് നാദം. ആ ബിന്ദുനാദങ്ങളിൽ നിന്ന് യഥാക്രമം രൗദ്രി, ജ്യേഷ്ഠ, വാമ എന്നീ ശക്തികളുണ്ട്. അതിൽ രൗദ്രിയിൽ നിന്ന് ജ്ഞാനരൂപനായ രുദ്രനും, അഗ്നിയും, ജ്യേഷ്ഠയിൽ നിന്ന് ബ്രഹ്മാവും ചന്ദ്രനും, വാമയിൽ നിന്ന് ക്രിയാസ്വരൂപനായ വിഷ്ണുവും ആദിത്യനും ഉണ്ടായി എന്നാണ് ആഗമങ്ങൾ പറയുന്നത്. ഇങ്ങനെയാണ് അവരിതിനെ വർണ്ണിച്ചു പോകുന്നത്. പ്രപഞ്ചമുണ്ടായതിനെ കുറിച്ചുള്ള അവരുടെ പഠനം. ഇതിങ്ങനെയാണ് എന്നും അവർ വിശ്വസിക്കുന്നു. ഇങ്ങനെയല്ല, ഇത് ഉണ്ടായത് ഇങ്ങനെയാണെന്ന് ആധുനിക ശാസ്ത്രം വേറൊരു വഴിയിൽ, മറ്റൊരു കൂട്ടർ വേറൊരു വഴിയിൽ.
ഒന്നുകിൽ എല്ലാം തെറ്റാണെന്ന് പറയാം, മനസ്സിലായില്ല, എല്ലാം ഭാഗികമായി ശരിയാണെന്ന് പറയാം. അവനവൻ്റെ കൂടുതൽ സൈദ്ധാന്തികമായി യോജിക്കാവുന്നത്, അതാണല്ലോ ഓരോരുത്തരുടെയും യുക്തി. ശരിയല്ല, അത് ഭദ്രമായത് കൂടുതൽ ശരിയാണെന്ന് അവനവൻ പറയാം. എനിക്ക് പഥ്യം ഇതായതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഇത് പറയും. പഥ്യമാകുന്നതിന് പല കാരണങ്ങളുണ്ട്. അവ ഞാനിതിൻ്റെ ഇടയിൽ ഓരോന്നോരോന്നായിട്ട് പറയുന്നുണ്ട്. അത് നിങ്ങൾക്ക് പഥ്യമാണെന്ന് തോന്നുന്നു എങ്കിൽ പഠിച്ചു നോക്കാം. വിഷയം നിങ്ങൾ തന്നതായതുകൊണ്ട്. അതുകൊണ്ട് വളരെ രസകരമായിട്ടാണ് ഇവരിതിനെ വർണ്ണിക്കുന്നത്. ശിവശക്തിമയമായ ബീജത്തിൽ നിന്ന് അവ്യക്തരൂപമായ ശബ്ദമുണ്ടായി, അതാണ് ശബ്ദബ്രഹ്മം. ശബ്ദത്തിൻ്റെ അർത്ഥമാണ് ശബ്ദബ്രഹ്മമെന്നും ചിലർ പറയുന്നു. അങ്ങനൊരു ഭേദവും ഇതിനകത്തുണ്ട്. എന്നാൽ ശബ്ദാർത്ഥങ്ങളിൽ നിന്ന് അവയുടെ ജഡത്വം ഹേതുവായി രണ്ടിൻ്റെയും സിദ്ധി ഉണ്ടാകുന്നില്ല. ആ ലോജിക്ക് കാരണമാണ് രണ്ടാമത്തത് സ്വീകരിക്കാത്തത്. സർവഭൂതങ്ങളിലും അടങ്ങിയിരിക്കുന്ന ചൈതന്യമാണ് ശബ്ദബ്രഹ്മം. ഇതാണ് യോഗികളുടെ അഭിപ്രായം. ഇത് അനുഭവവേദ്യവും. അത് പ്രാണികളുടെ ദേഹത്തിലുള്ള കുണ്ടലിനി രൂപത്തോടും ഗദ്യപദ്യാദി ഭേദങ്ങളോടും കൂടി പ്രത്യക്ഷമാകും. അങ്ങനെയാണ് ഇത് പ്രത്യക്ഷമായത്. ശിവശക്തിമയമായി, കാലബന്ധുവായി, കലാരൂപമായി, ബിന്ദുവായിരിക്കുന്ന ശിവനിൽ നിന്ന് സർവവ്യാപിയായി, ലോകസാക്ഷിയായി ശിവനും സദാശിവനും, ശിവനിൽ നിന്ന് ഈശ്വരനും, ഈശ്വരങ്കിൽ നിന്ന് രുദ്രനും, രുദ്രങ്കിൽ നിന്ന് വിഷ്ണുവും, വിഷ്ണുവിങ്കിൽ നിന്ന് ബ്രഹ്മവും ഉണ്ടായി എന്ന് ശൈവാഗമങ്ങൾ പറയുന്നു. ഇതാണ് ശൈവാഗമങ്ങളുടെ നില. ഇങ്ങനെയാണ് അവരതിനെ കൊണ്ടുപോകുന്നത്. സദാശിവന് മൂലമായി വികൃതമായിരിക്കുന്ന പരവസ്തു, മൂലപ്രകൃതി, ആ പരവസ്തുവിൽ നിന്ന് ഗുണദോഷങ്ങൾ അന്ധക്കരണങ്ങളോടും കൂടിയ മഹത്തത്വമുണ്ടായി. പിന്നെ സൃഷ്ടിഭേദം കൊണ്ട് ആ മഹത്തത്വം വൈകാരികൻ, തൈജസൻ, ഭൂതാനി എന്ന് മൂന്നായി പിരിഞ്ഞു. ഈ അഹങ്കാരത്രയത്തെ സാത്വികം, രാജസം, താമസമെന്ന് വ്യവഹരിച്ചിരിക്കുന്നു. അതിൽ വൈകാരികങ്കൽ നിന്ന് മരുത്ത്, ആദിത്യൻ, വരുണൻ, അശ്വിനി ദേവന്മാർ, അഗ്നി, ഇന്ദ്രൻ, വിഷ്ണു, മിത്രൻ എന്നിങ്ങനെ ഇന്ദ്രിയാധിഷ്ഠാതൃ ദേവതകൾ ഓരോന്നായി ഉണ്ടായി. ഈ ദേവതാവിജ്ഞാനമാണ് അറിയേണ്ടത് എന്നും അവർ പറയും. ഇങ്ങനെയാണ് ഇതിൻ്റെ ക്രമിക വികാസം. എന്തെങ്കിലും മനസ്സിലായോ എന്നറിയില്ല. എന്ന് പറഞ്ഞാൽ ഓരോന്നിലുമുള്ള ദേവതകൾ, ഓരോ ഇന്ദ്രിയത്തിനും, കണ്ണിൻ്റെ ദേവത, ചെവിയുടെ ദേവത, ദേവത എന്നതിന് നിങ്ങൾക്ക് മനസ്സിലാകാവുന്ന ഒരു തർജ്ജമ, ഇന്റലിജൻസ് എന്ന് വേണമെങ്കിൽ, ബോധം, അങ്ങനെയും വേണം. അതിൻ്റെ ചൈതന്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ടൈപ്പ് റൈറ്ററിൽ പഠിക്കുമ്പോൾ ടൈപ്പ് പഠിക്കാൻ AS, DF, G, H.
GH എന്നിങ്ങനെ പഠിക്കുമ്പോൾ ഒരു 10 കൊല്ലെങ്കിലും എടുക്കും ഒരു ഹൈ സ്പീഡ് പാസ്സായ. ശരിയാണോ? 5 കൊല്ലെങ്കിലും എടുക്കും. ആ 3.5 കൊല്ലം ആയിക്കോട്ടെ, നിങ്ങൾ പറയുന്നത് ആയിക്കോട്ടെ, 3.5 കൊല്ലം എടുക്കും. അത്ര എടുക്കുമെന്ന് സമ്മതമാണ്. വേണ്ട, 2 കൊല്ലം. ശരിയാണ്. മറിച്ച് അതേ സാധനം ഈ വിരൽ ഏതെല്ലാം എണ്ണത്തിലടിക്കും അതറിഞ്ഞ് ഒന്നിലടിച്ച് ഉറക്കെ പറഞ്ഞുകൊണ്ട് ഒന്നിലടിച്ച്, രണ്ടാമത്തതിൽ ഉറക്കെ പറഞ്ഞുകൊണ്ടടിച്ച്, അത് 2 പ്രാവശ്യം അടിച്ച് തിരിച്ച് അടുത്തതിൽ അടിച്ചു കഴിഞ്ഞാൽ ഒരു വിരൽ കൊണ്ട് തന്നെയുള്ള സാധനയാണ് ചെയ്യുന്നത്. ആ ഒരു വിരൽ, അടുത്തത് ഈ വിരൽ കൊണ്ടുള്ള സാധനം. അവിടെയും ഉണ്ടാവും 3 എണ്ണം. ഇതിനോട് അടുത്തതിലും ഉണ്ടാവും. അങ്ങനെ ചെയ്താൽ 30 മിനിറ്റ് കൊണ്ട് ഹൈസ്പീഡ്. വെറും 30 മിനിറ്റ്സ്. മുപ്പത് മിനിറ്റിൻ്റെ പണിയാണ് നിങ്ങളെ കൊണ്ട് 2 കൊല്ലടിക്കുന്നത്. ഈ പഴയ കാലത്ത് ഈ ഉപകരണം നന്നാക്കാൻ വരുന്നത് മനസ്സിലായിട്ടുണ്ടോയെന്നറിയില്ല. ടൈപ്പ് മക്കാനിക്ക് വരുമ്പോൾ പാവപ്പെട്ട പിള്ളേരെ കാണുകയാണെങ്കിൽ അവരിവന് രഹസ്യമായി സൂത്രം പറഞ്ഞു, നീ പരീക്ഷ ഇവിടെ എഴുതണ്ട, ഞാൻ നിന്നെ അടുത്ത സ്ഥലത്ത് എഴുതിച്ചോളാം, ഇച്ചിരി മെക്കാനിസത്തിന് എന്നെ സഹായിച്ചാൽ മതി. ഇയാൾ അവിടെ ചെല്ലുമ്പോൾ മെക്കാനിസത്തിനൊക്കെ സഹായിച്ചു കൊടുത്താൽ ഇയാൾ ഈ സൂത്രപ്പണി പറഞ്ഞു കൊടുത്തിട്ട് ഒന്ന് അടിച്ചു നോക്കാൻ പറയും. അടിച്ച് സെറ്റപ്പായി ഇരുന്ന് കഴിഞ്ഞാൽ ഇയാൾ നേരെ അടുത്തടുത്ത് കൊണ്ടുപോയി ഇവനെ പരീക്ഷ എഴുതിച്ച് വേഗം പാസ്സാക്കി ഇൻസ്ട്രക്ടറാക്കി കൊണ്ടുവന്ന് ഇവിടെ തന്നെ ചിലപ്പോൾ അയാൾ ഉപയോഗിക്കുന്നത് ബ്രെയിനിൻ്റെ ദേവതയും വിരലിൻ്റെ ദേവതയും തമ്മിലുള്ള ബന്ധം ഋജുവാക്കുക. സമയമായി അല്ലേ? ഋജുവാക്കുക. ഇങ്ങനെ എളുപ്പമാണ്. ഇത് നിങ്ങൾ നീന്തൽ പഠിക്കുമ്പോഴും മറ്റു സമയത്തും ഒക്കെ ഇത് ബാധകമാണ്. ഓർമ്മശക്തിയിലും ബാധകമാണ്. ഇത് ദേവതാ വിജ്ഞാനത്തിൻ്റെ കളിയാണ്. ദേവതാ വിജ്ഞാനത്തിൽ ഏകാഗ്രമായാൽ ഏതിന്ദ്രിയവും വശമാണ്. ഏതിന്ദ്രിയം, ആ ഇന്ദ്രിയത്തിലിരിക്കുന്ന ദേവത, ഈ വിരലിലിരിക്കുന്ന ദേവതയും എൻ്റെ ബ്രെയിനിൻ്റെ ദേവതയും തമ്മിലൊന്ന് പിണങ്ങിയാൽ ഈ വിരൽ ചലിക്കും. ചലിപ്പിക്കണമെങ്കിൽ ഇനി ആ കണക്ഷൻ, ആ ദേവതകൾ തമ്മിലുള്ള കണക്ഷൻ. ഇങ്ങനെയാണ് അവരിത് പഠിക്കുന്നത്. ഇത് ദേവതാ വിജ്ഞാനത്തിൻ്റെ ശാഖയാണ്. അത് എന്നിൽ നടക്കുന്നതാണ് പൂർണ്ണമായി. ഇങ്ങനെയുള്ളൊരു സങ്കല്പവും അവർക്കുണ്ട്. സമയം കിട്ടിയാൽ നാളെ നമുക്ക് ബാക്കി ഇത് നിങ്ങൾക്ക് പഥ്യമാണെങ്കിൽ ചന്ദ്രഭേദ, പിങ്കള എന്നത് സൂര്യഭേദം. എങ്ങനെ എനിക്ക് മനസ്സിലായി? അങ്ങനെ തന്നെയാണ്. ഒന്നിലത് മാത്രമേ നടക്കൂ, ഒന്നിലത് ഉഷ്ണവും. അങ്ങനെയാണ് രണ്ടിൻ്റെയും സ്വഭാവം. അതുകൊണ്ടാണ് സംഭവിക്കുന്നത്. ഇന്ന് അവസാനിപ്പിക്കാം. നിങ്ങൾക്കിത് പഥ്യമാണെങ്കിൽ, ഈ രീതി പഥ്യമാണെങ്കിൽ നാളെയും ഇങ്ങനെ തരാം. ഇതായിരിക്കുമോ കൂടുതൽ പ്രയോജനപ്രദം? അതോ എങ്കിൽ നാളെയും. ശരി.
പ്ലാസ്റ്റിക് തന്നെയാണ് നമ്മുടെ ഇവൻ എടുത്തോണ്ട് പോയോ? രാകേഷ്